അതായത് നമ്മുടെ പഹൽഗാം തീവ്രവാദി ആക്രമണം നടന്നല്ലോ, ഇന്ത്യ പാകിസ്ഥാനെ അടിച്ചു. അപ്പം നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിച്ചു, അടിച്ചതിന് തെളിവെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം? തെളിവെന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടും അതിൽ നമ്മൾ സ്ഥിരം ഈ TV ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ കൃത്യമായ മറുപടി അതിലുണ്ട്, അതിനകത്തുണ്ട്. അപ്പോൾ മാവൻ അങ്ങനെ ചോദിച്ചതിനുള്ള എന്തെങ്കിലും മറുപടി രാഹുൽ ഗാന്ധിയോട് പറയാനുണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഒന്നും പറയാനില്ല. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ കാര്യം നമ്മുടെ കാര്യമാണ്. അതെ, അത് നമ്മൾ വേണം തീരുമാനിക്കാൻ. നമ്മുടെ രാജ്യമാണ് വലുത്, പിന്നെ സംസ്ഥാനമാണ് വലുത്. എല്ലാ കാര്യത്തിനും തെളിവ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ പോയി എല്ലാം എന്താണ് സംഭവിച്ചതെന്നുള്ളത് അവർക്കറിയാം. അപ്പോൾ അത് പ്രതിരോധിക്കേണ്ട സമയത്ത് തന്നെ പ്രതിരോധിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും തെളിവ് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ സൈന്യം കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ടെന്നാണ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നുണ്ട്, അതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. തിരിച്ചടിച്ചതിന് തെളിവ് എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള മറുപടി എന്താണ് ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയ്ക്ക്? തെളിവുകൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അദ്ദേഹം അത് കണ്ടു കാണില്ല. അതെ, അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ അതിന് തെളിവില്ല. തെളിവുണ്ടാവും, തെളിവുണ്ട്, ഇഷ്ടംപോലെ തെളിവുണ്ടല്ലോ. തെളിവുണ്ടോ ഈ ജനങ്ങൾ മുഴുവൻ കണ്ടതല്ലേ, ഇതിനെ മുഴുവൻ കണ്ടതാണ്. അപ്പോൾ അദ്ദേഹം അത് കണ്ടില്ല എന്നാണ് പറയുന്നത്. അത് അദ്ദേഹം കണ്ടു കാണില്ല. അല്ല, അദ്ദേഹം ഈ പറഞ്ഞ കടന്ന് നടന്ന കാര്യങ്ങളൊന്നും കാണാതെ എവിടെ പോയി ഒളിച്ചിരുന്നിട്ട് അവസാനം ചോദിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്ത്യയിൽ ഈ നടന്ന കാര്യങ്ങളൊന്നും പലപ്പോഴും ഇന്ത്യയിൽ പല കാര്യങ്ങളും നടക്കുമ്പം പുള്ളി സാധാരണ അപ്പടി പ്രതികരിക്കുന്ന സ്വഭാവം പുള്ളിക്കില്ല. പുള്ളി എവിടെയെങ്കിലും ഒളിവിളായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞ് ശാന്തമാകുമ്പം വന്നിട്ട് ഇതുമായി ഒരു ബന്ധമില്ലാത്ത മറുപടി പറയുന്ന ഒരു രീതിയാണ് പുള്ളിക്കുള്ളത്. അതുകൊണ്ട് അത് നമ്മളൊരു വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അദ്ദേഹത്തിന് മറുപടി ഇല്ല എന്ന് തന്നെയാണ്. ഇന്ത്യ, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ ഇന്ത്യ ഗവൺമെൻറ് നല്ലതുപോലെ തിരിച്ചടിച്ചു. അതിൻ്റെ ആ ആക്രമണത്തിൽ ഒരു മുൻകരുതലിന് ചെറിയ ഒരു പാളിച്ച പറ്റിയെന്നൊരു അഭിപ്രായമാണ് എനിക്ക്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം തെളിവ് ചോദിച്ചത്. ആണോ? അപ്പം അങ്ങനെയാണ് ചോദിച്ചത്. ചോദിച്ചത് കാര്യമാണ്. തെളിവ് വേണമല്ലോ. അപ്പോൾ ഇത്രയും മാധ്യമങ്ങളിലൂടെ വന്നതും ഇത്രയും ചിത്രങ്ങൾ പുറത്തു വന്നൊന്നും അദ്ദേഹം തെളിവ് സ്വീകരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇല്ല, അത് അങ്ങനെ തെളിവ് വേണോ? വേണമല്ലോ, ആണല്ലോ ചോദ്യം. അപ്പോൾ അത് പറയുന്നത് വെച്ചാൽ ഇത്രയും തെളിവുകൾ കേന്ദ്ര സർക്കാർ നിരത്തി കഴിഞ്ഞു. അവിടെ പോയ ആക്രമണത്തിൻ്റെ ചിത്രങ്ങൾ വരെ അവർ വീഡിയോസ് ആയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ തെളിവുകളൊന്നും അദ്ദേഹത്തിന് മതിയാകുന്നില്ല എന്നതാണോ ഈ ചോദ്യം ഉദ്ദേശിക്കേണ്ടത്? അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വ്യക്തിയെ ഗാന്ധി കുടുംബം എന്ന് പറയുക ഗാന്ധി എന്ന് വിളിക്കേണ്ട യോഗ്യത അദ്ദേഹത്തിനില്ല. മനസ്സിലായില്ലേ? നമ്മൾ പറയാൻ കാരണം വേറെ ഒന്നും കൊണ്ടല്ല. ഒരു ശക്തമായ ഒരു ഭരിക്കുമ്പോൾ ഒരു ശക്തമായ പ്രതിപക്ഷം വേണം. പ്രതിപക്ഷം ഉണ്ടെങ്കിൽ ഭരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇവിടെ BJP വളർത്തി ഇത്രയും ആക്കി കൊടുത്തതും കോൺഗ്രസ് ആണ്. അവർ തന്നെയാണ് ഈ ഇതിനെല്ലാം ചെയ്തത്. BJP മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ രാഷ്ട്രീയ BJP കാരനുമല്ല. എന്നാലും ഞാൻ പറയുന്നത് നരേന്ദ്രമോദിയെ വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നു, അദ്ദേഹത്തെ പോലെ ഒരു പ്രധാനമന്ത്രിയെ ഈ ഇന്ത്യയിൽ കിട്ടിയില്ലെങ്കിൽ ഇന്ത്യ ഇതിനു മുമ്പേ നശിച്ച് നാരായ പേരെടുത്തു. മനസ്സിലായില്ലേ? അതുകൊണ്ട് നരേന്ദ്രമോദി എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇവിടുത്തെ BJP കാരുടെ ഇഷ്ടമൊന്നുമില്ല, നരേന്ദ്രമോദിയെ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇതിൽ വെച്ച് നോക്കണമെങ്കിൽ പഹൽഗാം തീവ്രവാദത്തിൽ അദ്ദേഹം എന്തൊക്കെ പറഞ്ഞു, ഇവിടെ ഇന്ത്യയിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടു, എത്ര വിമാനം നഷ്ടപ്പെട്ടു, എത്ര ഇതെന്ന് തെളിവ് പറയണമെന്ന് പറഞ്ഞു. ഒരു രാജ്യമാകുമ്പോൾ നമ്മൾ ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എല്ലാവരും ഒന്നിച്ച് നിൽക്കണം. മനസ്സിലായില്ലേ? നമ്മളൊരു കുടുംബത്തിൻ്റെ ഒരു ആപത്ത് സംഭവിച്ചാൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. നമ്മുടെ കുടുംബമാണ്. രാജ്യം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബമാണ്. നമുക്ക് ഒരുമിച്ച് നിൽക്കണം. പിന്നെ പ്രശ്നങ്ങളും നഷ്ടവും ലാഭവും ഒക്കെ പിന്നെയാണ്. അത് പബ്ലിക്കായിട്ടല്ലേ പറയേണ്ടത്, അത് വെളി രാജ്യത്ത് പോയല്ലേ പറയേണ്ടത്. നമ്മുടെ രാജ്യത്തിരുന്ന് ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. അത് മറ്റുള്ളവർ എൻ്റെ കുടുംബത്തിൽ നടക്കുന്നത് മൂന്നാമതൊരാൾ അറിയരുത്. അത്രേ ഉള്ളൂ. അതേ ഞാൻ പറഞ്ഞത്. രാജീവ് ഗാന്ധിന് ഒരു പഞ്ചായത്ത് ഭരിക്കാൻ പോലും യോഗ്യതയില്ല. മനസ്സിലായോ? ഓക്കെ. തെളിവ് ഓരോന്നും കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ തെളിവ് അദ്ദേഹം മതിയാവുന്നില്ല എന്നാണ് പറയുന്നത്. മതിയാവുന്നില്ല. അടുത്ത തെളിവിന് വേണ്ടി അയച്ചിട്ടുണ്ട്. അത് വിശദമായ രീതിയിലുള്ള തെളിവിന് മറ്റു രാജ്യങ്ങളിലേക്ക് ശശി തരൂരിനെ ഉൾപ്പെടെ അയച്ചിരിക്കുകയാണ്. അദ്ദേഹം വന്ന് നമ്മളുടെ MP ആണ്. അദ്ദേഹത്തിന് ഉൾപ്പെടെ അയച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. കാരണം അതിൽ യാതൊന്നും നോക്കാതെ തന്നെയാണ് അവർ വിട്ടിരിക്കുന്നത്. ആ ഒരു ടീമിന് ആ ടീം പോയിട്ട് വരുമ്പോൾ അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി തന്നെ പറയുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരെയും കൂടെ വിളിച്ച് അതിനൊരു ചർച്ച നടത്തുമെന്നും പറയുന്നു. തെളിവ് കൊടുക്കാനുള്ള ചർച്ചയാണ്. അതുപോലെ അതാണ് ഏറ്റവും വലിയ ചർച്ച. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യത്തിന് പ്രസക്തിയില്ല. ഇല്ല. അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇന്നും TV ഞാൻ കണ്ടതാണ്. അദ്ദേഹം ചോദിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ എന്തോ വിമാനമൊക്കെ അടിച്ച് താർത്ത് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഇവർ അത് വെളി പറയാതെ സംഗതി വെച്ചേക്കാണ്. അതുകൊണ്ട് പ്രതിപക്ഷക്കാർ ചോദിച്ചു ഇതേപോലെ അടുത്ത ഉടനെ അവർ ഈ പാർലമെൻറ്റ് വിളിക്കുകയാണ്, അപ്പോഴത്തേക്ക് പറയാമെന്ന് പ്രധാനമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പലതും വ്യക്തതയില്ലാത്ത മറുപടിയാണല്ലോ പല കാര്യത്തിലും. ഇതിൽ മാത്രമല്ലല്ലോ, യുദ്ധത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അല്ലാത്ത കാര്യത്തിൽ പോലും പുള്ളിക്കൊരു വ്യക്തത
വന്നിട്ടില്ല. പോയിട്ട് പുള്ളിക്ക് ഒരു വ്യക്തത വരാനുള്ള ഒരു എന്താണെന്ന് അറിഞ്ഞുകൂടാ, അറിയത്തില്ല. പുള്ളി പലതും പറയും, പക്ഷേ ഒന്നും പ്രാബല്യത്തിൽ വരുന്നില്ല. അതാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തകർച്ചയും അതാണ്. അത് തന്നെയാണ്. അപ്പോൾ ചേട്ടൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ രാഹുൽ ഗാന്ധിക്ക് മറുപടി ഇല്ല എന്നുള്ളതാണ്. അത്രയാണ്. മറുപടി ഇല്ല എന്നുള്ളത്. അയ്യാക്ക് വിവരമില്ല. ആരും ചോദിക്കും, നമ്മളാരെങ്കിലും ചോദിക്കും, നമ്മൾ ആരോടെങ്കിലും ചോദിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒരു യുദ്ധം നടക്കുന്ന സ്ഥലത്ത് നമ്മൾ പോയി ചോദിക്കുമോ? നമ്മൾ ചോദിക്കില്ല. അത് ചോദിക്കാൻ പാടില്ല, അയാൾക്ക് വിവരമില്ല. അവർക്ക് അല്ലെങ്കിലും പൊതുവേ അവരോട് താല്പര്യം. അപ്പോൾ ആ ചോദ്യത്തിന് പ്രസക്തിയില്ല. പ്രസക്തിയില്ല. തെളിവ് ചോദിക്കുന്നതിന് അദ്ദേഹത്തെ മറുപടി ഇല്ല. തെളിവ് ഉണ്ടായിട്ടല്ലേ ഇത് ആക്രമിച്ചത്. അതുകൊണ്ട് പിന്നെ അത് പറയുന്നതിനൊരു കാരണമില്ല അങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ചോദ്യത്തിന് പ്രസക്തിയില്ല. അതെ. അപ്പോൾ ഒരുപാട് തെളിവുകളുണ്ട്, അദ്ദേഹം അത് കാണാത്തതാണ് എന്നാണ് അഭിപ്രായം. അതെ അതെ. അപ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് അനുസരിച്ചുള്ള തെളിവുകൾ മാത്രമേ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലാതെ പൂർണ്ണമായും ഉള്ള എല്ലാ തെളിവുകളും നിരത്താനായിട്ട് ഒരിക്കലും നമ്മുടെ കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ ആർക്കായാലും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിക്ക് ഒരിക്കലും അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്ര സുരക്ഷയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും തുറന്ന് അടിക്കാനായിട്ട് അല്ലെങ്കിൽ തുറന്ന് പറയാനായിട്ട് സെക്യൂരിറ്റി റീസൺസ് കാരണം പലതും പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ബാക്കി പിന്നെയും ആവശ്യപ്പെടുമ്പോൾ ഒരിക്കലും നമുക്ക് അങ്ങനെ നിരത്താൻ പറ്റാത്തത്. അതുകൊണ്ടും പിന്നെ തെളിവ് ആവശ്യപ്പെടുമ്പോൾ എത്രയായാലും അതുകൊണ്ട് വേറെ ഒന്നും പറയാനായിട്ട് അതിലും പ്രത്യേകിച്ച് വേറെ പറയാനായിട്ടൊന്നുമില്ല. അത് രാഹുൽ ഗാന്ധി വേണം അത് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് പ്രസക്തിയില്ല എന്നുള്ളത് അതും തീർച്ചയായും. അതെ, ശരി, വലിയ ഉപകാരം. അദ്ദേഹം ഒരു ഇന്ത്യയിലുള്ള ഒരു പൗരനല്ല. അല്ല. അതാണ് എൻ്റെ സത്യം. ഇന്ത്യയോടൊരു ദേശസ്നേഹം എന്ന് പറഞ്ഞ സംഭവം അദ്ദേഹത്തിന് ഇല്ല. എപ്പോഴും രാജ്യത്തിനെതിരായിട്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണെന്നാണ് എൻ്റെ തുച്ഛമായ അറിവിലുള്ള വിശ്വാസം. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയാണെന്നാണ് കോൺഗ്രസ്. ആർക്കാണോ എനിക്കും വിശ്വസിക്കാമല്ലോ, ഭാവി പ്രധാനമന്ത്രി ആയാൽ കൊള്ളാം. ആഗ്രഹം ആർക്കാണോ ആഗ്രഹിക്കുക, അതിന് തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ആവാനാണ് ബുദ്ധിമുട്ട്. നല്ലൊരു ഏത് രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് നല്ലൊരു പ്രധാനമന്ത്രി ശക്തമായിട്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോഴുള്ള പ്രധാനമന്ത്രിയും കാര്യങ്ങളൊക്കെ ശക്തമാണ്. അതുകൊണ്ടാണ് ലോകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം തല ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ രാഹുൽ ഗാന്ധി ഇപ്പോഴും അതിന് തെളിവുകൾ ചോദിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഉള്ള മറുപടി? അദ്ദേഹത്തിനുള്ള മറുപടി എന്ന് പറയുന്നത് അദ്ദേഹം ചോദിച്ചത് തന്നെയാണ്. ഇതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ഉന്നത മേധാവികളും നമ്മളെ പ്രധാനമന്ത്രി ഉൾപ്പെടെ പല കാര്യങ്ങളും അതിൽ മറച്ചു വെച്ചു. അതിലുള്ള തെളിവ് ജനങ്ങൾക്കറിയണം. അതിന് ഇന്ത്യ എന്ന നിലയിൽ നിങ്ങളും എനിക്കും ഉൾപ്പെടെ ആഗ്രഹമാണ്. അവർ ഒരുപാട് തെളിവുകൾ ഇങ്ങനെ തീവ്രവാദി ക്യാമ്പ് ആക്രമിക്കുന്നതിൻ്റെ വീഡിയോ ഇട്ടു. അവർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ രാജീവ് ഗാന്ധി ചോദിച്ചു എങ്കിലും ഇത് കള്ളത്തനമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ശരിക്കുള്ള റിപ്പോർട്ടും അതിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ കൃത്യമായ തെളിവ് അറിയാൻ പറ്റും. ശരി സാർ.